ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. നമ്മൾ 5ാം ക്ലാസ്സിലെ മാത്സിൻ്റെ 2024 പുതിയ ടെക്സ്റ്റ് ബുക്കിൽ ഡിവിഷൻ മെത്തേഡ്സ് എന്ന് പറഞ്ഞ 4ാമത്തെ ചാപ്റ്ററിൽ പേജ് നമ്പർ 50 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് ആർ ദ നമ്പേഴ്സ് വിച്ച് ലീവ് റിമൈൻഡർ 0 ഓൺ ഡിവിഷൻ ബൈ 2 ആൻഡ് ദോസ് ദാറ്റ് ലീവ് റിമൈൻഡർ 1? അതായത് 2 കൊണ്ട് ഹരിക്കുമ്പോൾ റിമൈൻഡർ 0 കിട്ടുന്ന സംഖ്യകൾ ഏതൊക്കെയാണ് എന്ന് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ റിമൈൻഡർ 1 കിട്ടുന്ന സംഖ്യകളും ഏതൊക്കെയാണെന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ഫസ്റ്റത്തെ ക്വസ്റ്റ്യനിൽ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് എഴുതാൻ പറ്റുക? നമുക്ക് 2ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നിങ്ങൾ പഠിച്ചിട്ടുള്ളതല്ലേ? അതിലെന്തൊക്കെയാണ് ആൻസർ വരുന്നത്? 2, 4, 6, 8, 10, 12 അങ്ങനെയല്ലേ അത് പോകുന്നത്? അതായത് എല്ലാ ഈവൻ നമ്പേഴ്സും ആണല്ലേ വരിക. 2ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ വരുന്നത് എല്ലാതും ഈവൻ നമ്പേഴ്സേ. കാരണം മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ ആൻസർ വരുന്നത് എല്ലാം ഈവൻ നമ്പേഴ്സ് ആയിരിക്കും അല്ലേ? 1 × 2 2 ആണ്, 2 × 2 4 ആണ്, അങ്ങനെയല്ലേ വരുന്നത്? അപ്പോൾ ആ നമ്പേഴ്സിനൊക്കെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്തായിരിക്കും? റിമൈൻഡർ 0 ആയിരിക്കും. അതായത് 2ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ വരുന്ന എല്ലാ സംഖ്യകളെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? റിമൈൻഡർ 0 ആണ് കിട്ടുക. അപ്പോൾ 2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പോൾ എന്താ കിട്ടുന്നത്? ആൻസർ 1 ആയിരിക്കും, റിമൈൻഡർ എന്തായിരിക്കും? 0 ആയിരിക്കും. ഇനി 4നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താലോ? ആൻസർ 2 കിട്ടും, റിമൈൻഡർ 0 ആയിരിക്കും. ഇനി അതുപോലെ ഓരോ സംഖ്യനും ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ വേറെ വേറെ കിട്ടുമെങ്കിലും റിമൈൻഡർ എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും അല്ലേ? അപ്പോൾ ഒന്നുകിൽ നമുക്ക് എന്ത് എഴുതാം? ഓൾ ഈവൻ നമ്പേഴ്സ് എന്താണ്? റിമൈൻഡർ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0 ആണെന്ന് പറയാം. അതല്ലെങ്കിൽ എങ്ങനെ എഴുതാം? 2, 4, 6, 8 എന്ന് പറഞ്ഞിട്ട് നമ്മൾ അത് എത്ര വരെയും വേണമെങ്കിൽ ഏത് ഈവൻ നമ്പേഴ്സും എന്ത് തന്നെയാണ്? റിമൈൻഡർ 0 തന്നെയാണ്. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുക. ഓക്കെ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇതിൽ തന്നെയുള്ള സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ നോക്കൂ. 1 റിമൈൻഡർ വരുന്നത് 2 കൊണ്ട് ഏത് സംഖ്യനെ ഡിവൈഡ് ചെയ്യുമ്പോഴാണ് 1 റിമൈൻഡർ കിട്ടുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതെന്തായിരിക്കും ആൻസർ വരുന്നത്? അപ്പം നോക്കൂ, റിമൈൻഡർ 0 കിട്ടിയ സംഖ്യകളില്ലേ, ആ സംഖ്യക്കൊക്കെ 1 കൂട്ടിക്കഴിഞ്ഞാൽ അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്തായിരിക്കും? റിമൈൻഡർ 1 ആയിരിക്കും അല്ലേ? അതായത് നമുക്ക് 3നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ എത്രയായിരിക്കും കിട്ടുക? ആൻസർ ആയിട്ട് 1 കിട്ടും, റിമൈൻഡറും 1 ആയിരിക്കും. പിന്നെ അടുത്ത സംഖ്യ എന്താ? 5 അല്ലേ? അതായത് നമുക്ക് 2, 4, 6 അങ്ങനെയല്ലായിരുന്നോ റിമൈൻഡർ 0 വന്നത്? അപ്പോൾ 2ന് പകരം അതിലേക്ക് 1 കൂട്ടിയിട്ട് 3 എഴുതി. അതുപോലെ എന്താണ് അടുത്ത സംഖ്യ ഏതായിരുന്നു? 4ന് പകരം അതിലേക്ക് 1 കൂട്ടിയിട്ട് 5 എഴുതാണ്. എന്നിട്ട് ആ 5നെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. 5നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയാണ്? ആൻസർ 2 കിട്ടും, റിമൈൻഡർ 1 കിട്ടും. അതുപോലെ നമുക്ക് ഫസ്റ്റ് സംഖ്യ വേണമെങ്കിൽ 1 എന്ന് കൊടുക്കാം. എന്താ കാരണം? 1നെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആൻസർ 0 ആണ്, പക്ഷേ റിമൈൻഡർ എന്താണ്? 1 ആണ് അല്ലേ? അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? എല്ലാ ഓഡ് നമ്പേഴ്സും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? റിമൈൻഡർ 1 കിട്ടും എന്ന് പറയാൻ പറ്റുമല്ലോ അല്ലേ? അപ്പോൾ റിമൈൻഡർ 1 വരുന്ന സംഖ്യകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒന്നുകിൽ നമുക്ക് എങ്ങനെ എഴുതാം? 1, 3, 5, 7 എന്ന് പറഞ്ഞിട്ട് എക്സെട്ര എഴുതാം. അതല്ലെങ്കിൽ എങ്ങനെ എഴുതാം? ആൾ ഓഡ് നമ്പേഴ്സ് എന്ന് എഴുതാൻ പറ്റൂലേ? ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ആർ ദ പോസിബിൾ റിമൈൻഡേഴ്സ് ഓൺ ഡിവൈഡിങ് എ നമ്പർ ബൈ 3? റൈറ്റ് ദ പാറ്റേൺ ഓഫ് നമ്പേഴ്സ് ലിവിങ് ദ സെയിം റിമൈൻഡേഴ്സ് ഫോർ ഈച്ച് ഓഫ് ദിസ്. അതായത് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു സംഖ്യനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ ആയിട്ട് ഏതൊക്കെ സംഖ്യകൾ വരാം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതുപോലെ ഒരേ റിമൈൻഡർ വരുന്ന ആ ഒരു ഇതിനെ നമുക്ക് ഓരോരോ പാറ്റേൺ ആയിട്ട് എഴുതാനും പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പം നമ്മൾ എങ്ങനെയാണ് അത് നോക്കേണ്ടത്? ഇപ്പം നോക്കൂ, നമ്മൾ ഏത് കൊണ്ടാണ് ഡിവൈഡ് ചെയ്യണേ? 3 കൊണ്ടാണ് അല്ലേ? അപ്പോൾ 3ക്ക് താഴെയുള്ള 0 ഉൾപ്പെടെയുള്ള സംഖ്യകളൊക്കെ എന്തായിരിക്കും? റിമൈൻഡർ ആയിട്ട് വരാൻ സാധ്യതയുണ്ട് അല്ലേ? അപ്പോൾ ഏതൊരു സംഖ്യനെയും ഹരിക്കുമ്പോൾ ഒന്നുകിൽ 0യോ അല്ലെങ്കിൽ 1ഓ 2ഓ ആയിരിക്കും റിമൈൻഡർ കിട്ടുക. ഏത് സംഖ്യനെ 3 കൊണ്ട് ഹരിക്കുമ്പോഴും ഈ ഒരു 3 എണ്ണത്തിൽ ഏതെങ്കിലും ഒന്നായിരിക്കും റിമൈൻഡർ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടാവുക. ഇനി അതിൽ തന്നെയുള്ള അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഓരോന്നും പാറ്റേൺ ആയിട്ട് എഴുതാനാണ് അല്ലേ? അപ്പോൾ റിമൈൻഡർ 0 വരുന്ന സംഖ്യകൾ ഏതൊക്കെയായിരിക്കും? നമുക്കറിയാം ആ 3ന്റെ ഗുണിതങ്ങളായിരിക്കും അല്ലേ? അതായത് മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ 3ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നിങ്ങൾക്ക് അറിയില്ലേ ഏതൊക്കെയാണ്? 3, 6, 9, 12, 15, 18 അങ്ങനെ തുടരുന്ന സംഖ്യകളായിരിക്കും. അതിനൊക്കെ നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്തായിരിക്കും? റിമൈൻഡർ 0 ആയിരിക്കും അല്ലേ? അതിനൊന്നും റിമൈൻഡർ ഉണ്ടാവില്ല, അതൊക്കെ 0 ആയിരിക്കും റിമൈൻഡർ കിട്ടുക. ഇനി റിമൈൻഡർ 1 വരുന്നത് ഏതൊക്കെയായിരിക്കും?
ആ റിമൈൻഡർ 0 വരുന്ന ഓരോ സംഖ്യക്കും 1 ആഡ് ചെയ്ത് കൊടുത്താൽ അതിനെ നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എപ്പോഴും എന്താണ് റിമൈൻഡർ 1 ആയിരിക്കും കിട്ടുക. അപ്പോൾ ആദ്യത്തെ സംഖ്യയിൽ 3 അല്ലേ, അപ്പോൾ നമ്മൾ അതിലേക്ക് 1 കൂട്ടിയിട്ട് 4 എന്ന് കൊടുക്കാം. 6ന് പകരം 7 കൊടുക്കാം. 9 എന്നുള്ളതിന് അതിലേക്ക് 1 കൂടെ കൂട്ടിയിട്ട് 10 കൊടുക്കാം. അങ്ങനെ ഓരോന്നും കൂട്ടി അതായത് 4, 7, 10, 13, 16, 19 ഇങ്ങനെ തുടരുന്ന സംഖ്യകളൊക്കെ എന്തായിരിക്കും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 ആയിരിക്കും. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് നമ്പറായിട്ട് 1 എന്നും കൊടുക്കാം. 1നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയാണ്? ആൻസർ 0 ആണെങ്കിലും റിമൈൻഡർ എന്തായിരിക്കും? 1 ആയിരിക്കും അല്ലേ. അത് വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു സംഖ്യ കൂടി റിമൈൻഡർ വരാലോ അല്ലേ, ഏതാണ്? 2 റിമൈൻഡർ വരുന്ന സംഖ്യകൾ ഏതൊക്കെയായിരിക്കും? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 റിമൈൻഡർ വരുന്ന സംഖ്യകൾ ഏതൊക്കെയായിരിക്കും? റിമൈൻഡർ 0 വരുന്ന സംഖ്യക്ക് 2 കൂട്ടിക്കഴിഞ്ഞാൽ റിമൈൻഡർ 2 കിട്ടും അല്ലേ. അതല്ലെങ്കിൽ റിമൈൻഡർ 1 വരുന്നേക്ക് ഒരു 1 കൂടെ കൂട്ടിയാലും മതി. അപ്പോൾ നോക്കൂ, ആദ്യത്തെ റിമൈൻഡർ 0 വരുന്ന ഫസ്റ്റ് സംഖ്യ എന്ന് പറയുന്നത് 3 അല്ലേ നമ്മൾ കൊടുത്തിട്ടുള്ളത്, അതിലേക്ക് 2 കൂട്ടുക, അപ്പോൾ 5 കിട്ടും. അപ്പോൾ 5 ആണ് റിമൈൻഡർ 2 വരുന്ന ഒരു സംഖ്യ. അതുപോലെ പിന്നെ റിമൈൻഡർ 0 വരുന്ന അടുത്ത സംഖ്യ എന്താണ്? 6 ആണ്. അപ്പോൾ 6ക്ക് 2 കൂട്ടുക, അപ്പോൾ എത്രയായിരിക്കും? 8. അങ്ങനെ തുടരുന്ന സംഖ്യകൾക്കൊക്കെ എന്തായിരിക്കും? റിമൈൻഡർ 2 ആയിരിക്കും. അതായത് 5, 8, 11, 14, 17, 20 എക്സെട്ര. ഇതിലും വേണമെങ്കിൽ നമുക്ക് ഫസ്റ്റ് നമ്പറായിട്ട് 2 കൊടുക്കാം അല്ലേ. 2നെ നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്തായിരിക്കും? ആൻസർ 0 ആണെങ്കിലും റിമൈൻഡർ 2 ആണ് അല്ലേ. അത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ എഴുതിയാലും മതി. ഓക്കെ ആണല്ലോ. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. സി ദ വേ നമ്പേഴ്സ് ആർ അറേഞ്ച്ഡ് ബിലോ. എന്നിട്ട് കുറച്ച് നമ്പേഴ്സ് തന്നിട്ടുണ്ട്. അതിന്റെ താഴെ 5 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട് അല്ലേ. അല്ല, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഇസ് ദർ എനി റിലേഷൻ ബിറ്റ്വീൻ ദ ക്വസ്റ്റ്യൻസ് ഓൺ ഡിവൈഡിംഗ് ദ നമ്പേഴ്സ് ഇൻ എനി വൺ റോ ബൈ 5 എന്നിട്ട് ആൻഡ് ദ റിമൈൻഡേഴ്സ് എന്നും ചോദിച്ചിട്ടുണ്ട്. അതായത് ആ സംഖ്യകൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് നോക്കുക, എന്നിട്ട് അതിലെ ഒരേ റോയിലുള്ള സംഖ്യകളെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ ഇല്ലേ, അത് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് കണ്ടുപിടിക്കണം. അതുപോലെ അതിന്റെ റിമൈൻഡേഴ്സ് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നും കണ്ടുപിടിക്കണം. ഇപ്പം തന്നിട്ടുള്ള നമ്പേഴ്സിൽ റോ എന്ന് പറയുന്നത് ഏതാണ്? 0, 1, 2, 3, 4 എന്ന് പറയുന്ന ആ സംഖ്യകൾ ഒരു റോ ആണ് അല്ലേ. പിന്നെ അടുത്ത റോ എന്ന് പറയുന്നത് 5, 6, 7, 8, 9 അതാണ് അടുത്ത റോ വരുന്നത്. കോളം എന്ന് പറയുന്നത് വെർട്ടിക്കലി ആയിട്ട് വരുന്നതിനെയാണ് കോളം എന്ന് പറയുന്നത്. അപ്പം നമ്മളോട് ചോദിച്ചിട്ടുള്ളതിൽ റോയിൽ പിന്നെ ഫസ്റ്റത്തെ റോ അല്ല, ഓരോ റോയിലും 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അതിന് വരുന്ന ആൻസർ തമ്മിലുള്ള ബന്ധവും അതുപോലെ റിമൈൻഡേഴ്സ് തമ്മിലുള്ള ബന്ധമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം നോക്കൂ, ഫസ്റ്റത്തെ ആ ഒരു റോ എടുത്താൽ ആ റോയിലുള്ള നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് പറഞ്ഞത്? 0, 1, 2, 3, 4 അല്ലേ. അതിന്റെ ക്വസ്റ്റ്യൻ എന്തായിരിക്കും? അതിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ എത്രയാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്? 0 അല്ലേ. ഒറ്റൊന്നിലും 5 ഇല്ല അല്ലേ. അതുകൊണ്ട് തന്നെ ആ 5 സംഖ്യേനെ നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്താ കിട്ടുന്നത്? ആൻസർ കിട്ടുന്നത് എപ്പോഴും 0 ആയിരിക്കും. പിന്നെ റിമൈൻഡർ ഓരോന്നിനും വേറെ വേറെയാണ് അല്ലേ. ഏതൊക്കെയാണ്? ഫസ്റ്റത്തെ സംഖ്യക്ക് 0 തന്നെയാണ് റിമൈൻഡർ വരുന്നത്. അടുത്ത സംഖ്യക്ക് 1 ആണ് അല്ലേ. 1നെ 5 കൊണ്ടായിരിക്കുമ്പോൾ റിമൈൻഡർ 1 വരും. പിന്നെ അടുത്തതിന് 2 വരും, പിന്നെ 3 വരും, പിന്നെ 4 വരും. അപ്പോൾ ഓരോന്നിനും ഓരോ നമ്പേഴ്സാണ് നമുക്ക് റിമൈൻഡർ കിട്ടിയിട്ടുള്ളത്. അതായത് 0 മുതൽ 4 വരെയുള്ള നമ്പേഴ്സാണ് നമുക്ക് റിമൈൻഡർ ആയിട്ട് കിട്ടിയിട്ടുള്ളത്. ഇനി അടുത്ത റോ നോക്കൂ. അതിലെ നമ്പേഴ്സ് എന്ന് പറയുന്നത് 5, 6, 7, 8, 9 ആണ് അല്ലേ. അതിന്റെ ക്വസ്റ്റ്യൻ എന്താണ്? അതിന്റെ ആൻസർ എന്താണ്? 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താണ് ആൻസർ കിട്ടുന്നത്? 1 അല്ലേ. 5ൽ ഒരു 5 ഉണ്ട്. 6ൽ എത്ര 5 ഉണ്ട്? അതിലും ഒരു 5 തന്നെ ഉള്ളൂ. 7ലോ അതിലും ഒരു 5 ഉള്ളൂ. 8ലും ഒരു 5 ഉള്ളൂ. 9ലും ഒരു 5 ഉള്ളൂ. പക്ഷെ റിമൈൻഡേഴ്സ് മാറ്റുണ്ട് അല്ലേ. 5ൽ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ റിമൈൻഡർ 0 ആണ്. അടുത്ത 6നെ 1 പിന്നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ പിന്നെ ക്വസ്റ്റ്യന്റ് 1 ആയിരിക്കും, റിമൈൻഡറും 1 ആയിരിക്കും അല്ലേ. 7നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴോ അപ്പോൾ ക്വസ്റ്റ്യന്റ് 1 ആയിരിക്കും, റിമൈൻഡർ 2 ആയിരിക്കും. അങ്ങനെ പിന്നെ 8നെ പിന്നെ ഡിവൈഡ് ചെയ്യുമ്പോൾ 3 റിമൈൻഡർ കിട്ടും. 9നെ പിന്നെ ഡിവൈഡ് ചെയ്യുമ്പോൾ 4 ആണ് റിമൈൻഡർ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് റിമൈൻഡേഴ്സ് ഏതൊക്കെയാണ് കിട്ടിയിട്ടുള്ളത്? നേരത്തെ കിട്ടിയ അതേ സംഖ്യ തന്നെയാണ് റിമൈൻഡർ കിട്ടിയിട്ടുള്ളത് അല്ലേ. പിന്നെ ക്വസ്റ്റ്യന്റ് ആണെങ്കിൽ 1 എന്നായിട്ടുണ്ട്. എല്ലാത്തിനും 1 തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി അടുത്ത റോ നോക്കൂ. അതിൽ ക്വസ്റ്റ്യന്റ് 2 ആയിട്ടുണ്ട്, റിമൈൻഡർ സെയിം തന്നെയാണ് അല്ലേ. നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇത് ഓരോ നമ്പേഴ്സിനെയും 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ക്വസ്റ്റ്യന്റ് മാത്രമാണ് മാറിയിട്ടുള്ളത്. റിമൈൻഡേഴ്സിൽ മാറ്റം വന്നിട്ടുണ്ടോ? ഇല്ല. ക്വസ്റ്റ്യന്റ് എല്ലാത്തിനും ആ ഒരു വരിയിലുള്ള എല്ലാത്തിനും 1 തന്നെയാണ്. പക്ഷേ പിന്നെ ആദ്യത്തെ വരിയിലുള്ളതെന്ന് 1 മാറ്റം വന്നിട്ടുണ്ട് അല്ലേ. ആദ്യം നമുക്ക് 1 എന്ന് കിട്ടിയത് ഇപ്പം നമുക്ക് 2 ആയിട്ടുണ്ട്. ഇനി ഇതിത്തെ ലാസ്റ്റ് റോലാണെങ്കിലോ അതിനെ നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ റിമൈൻഡേഴ്സിൽ മാറ്റമൊന്നുമില്ല. 0, 1, 2, 3, 4 അങ്ങനെ ഓരോന്ന് തന്നെയാണ് കിട്ടുന്നത്. ക്വസ്റ്റ്യന്റ് മാറിയിട്ടുണ്ട്. എന്തായിട്ടുണ്ട്? 3 ആയിട്ടുണ്ട് അല്ലേ. ഇത് നമുക്ക് എന്താ മനസ്സിലായിട്ടുള്ളത്? ഓരോ റോയിലുള്ള പിന്നെ ക്വസ്റ്റ്യന്റിന്റെയും റിമൈൻഡേഴ്സിന്റെയും പിന്നെ റിലേഷൻ എന്താണെന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ക്വസ്റ്റ്യന്റ് എല്ലാ റോയിലും സെയിം ആണ് അല്ലേ. അതുപോലെ റിമൈൻഡേഴ്സോ
5ന് താഴെയുള്ള നമ്പേഴ്സും ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? വെൻ ദ നമ്പേഴ്സ് ഇൻ ദി സെയിം റോ ആർ ഡിവൈഡഡ് ബൈ 5 ദ ക്വസ്റ്റ്യൻ ഈസ് ദി സെയിം എന്ന് എഴുതാം. അതുപോലെ ദ റിമൈൻഡേഴ്സ് ഇൻ ഈച്ച് റോ ഈസ് 0 1 2 3 4 എന്ന് എഴുതാം അല്ലേ. ഇനി ഇതിലുള്ള സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് ഈഫ് നമ്പേഴ്സ് ഇൻ എനി വൺ കോളം ആർ ഡിവൈഡഡ് ബൈ 5? അതായത് ഓരോ കോളത്തിലും 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താണ് അവ തമ്മിലുള്ള റിലേഷൻ എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ നോക്കുക, തന്നിട്ടുള്ള നമ്പേഴ്സിൽ ഫസ്റ്റ് കോളമിൽ വരുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണ്? 0 5 10 15 ആണ് അല്ലേ. അപ്പോൾ ആ നമ്പേഴ്സിനെ നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ആൻസർ എന്താ കിട്ടുക? അപ്പോൾ നോക്കൂ, 0നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? 0ൽ 5 ഉണ്ടോ? ഇല്ല. അപ്പോൾ ആൻസർ 0 ആണ് അല്ലേ. ഇനി അടുത്ത നമ്പർ എന്താണ്? 5 ആണ് അല്ലേ. 5നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയാണ്? 5ൽ എത്ര 5 ഉണ്ട്? ഒരു 5 അല്ലേ ഉള്ളത്. അപ്പോൾ ക്വസ്റ്റ്യൻ്റെ എത്രയാണ്? 1 ആണ് കിട്ടുന്നത്. ഇനി 10നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയാണ് കിട്ടുന്നത്? 10ൽ എത്ര 5 ആണ്? 2 അല്ലേ. അപ്പോൾ ക്വസ്റ്റ്യന്റ് 2 ആയി അല്ലേ. ഇനി അടുത്തത് 15 ആണ്. ലാസ്റ്റ് നമ്പർ അതിൽ 15 ആണ്. 15ൽ എത്ര 5 ഉണ്ട്? 3 5 ആണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യന്റ് എന്താണ്? 3 ആണ്. റിമൈൻഡർ ഉണ്ടോ? ഏത് സംഖ്യനും ആ ഒരു റോയിലുള്ള ഏതൊരു സംഖ്യനും, അല്ല റോ അല്ല കോളമിലുള്ള ഏതൊരു സംഖ്യനും 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നില്ല? റിമൈൻഡർ ഇല്ല. റിമൈൻഡർ എല്ലാത്തിനും 0 ആണ്. റിമൈൻഡർ എല്ലാത്തിനും സെയിം ആണല്ലേ, അത് 0 ആണ്. ഇനി അടുത്ത കോളം നോക്കൂ. അതിലെ നമ്പേഴ്സ് ഏതൊക്കെയാണ്? 1 6 11 16 ആണ് അല്ലേ. അപ്പോൾ അതിനെ നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയാണ് ക്വസ്റ്റ്യന്റ് കിട്ടുന്നത്? ആൻസർ എത്രയാണ് കിട്ടുന്നത്? ഫസ്റ്റത്തേന് 0, പിന്നെ 1, പിന്നെ 2, പിന്നെ 3 അങ്ങനെയല്ലേ കിട്ടുന്നത്. ഇനി അതിൻ്റെ റിമൈൻഡേഴ്സോ എല്ലാത്തിനും 1 ആണ് കിട്ടുന്നത് അല്ലേ. ഒരു കോളത്തിലുള്ള എല്ലാ സംഖ്യേനെയും നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എത്രയാണ് കിട്ടുന്നത്? എല്ലാത്തിനും 1 തന്നെയാണ് കിട്ടുന്നത്. ഇനി അടുത്തൊരു കോളം കൂടെ ചെയ്ത് നോക്കുക. അതിൽ നമ്പേഴ്സ് ഏതൊക്കെയാണ്? 2 7 12 17 ആണ്. അപ്പോൾ അതിലെ ക്വസ്റ്റ്യന്റ് എന്തൊക്കെയാണ്? ഓരോന്നിനും 0 1 2 3 തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. റിമൈൻഡറോ എല്ലാത്തിനും 2 ആയി മാറിയിട്ടുണ്ട് അല്ലേ. അതിലത്തെ എല്ലാ നമ്പേഴ്സിനെയും നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 2 ആണ് കിട്ടുന്നത്. അങ്ങനെ ഓരോന്ന് ചെയ്യുമ്പോഴും നമുക്ക് ഇതേ ഒരു രീതിയിലാണ് കിട്ടിയിട്ടുള്ളത്. ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാവുന്നത്? ഒരു കോളത്തിലുള്ള നമ്പേഴ്സിനെ നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അതിൻ്റെ റിമൈൻഡർ എന്താണ്? എപ്പോഴും അതിലുള്ള ഒരു എല്ലാത്തിൻ്റെയും തുല്യമാണ് അല്ലേ. അതുപോലെ ആൻസർ എന്താ കിട്ടുന്നത്? 0 1 2 3 ഇങ്ങനെയുള്ളതാണ് ഒരു കോളത്തിൽ കിട്ടുന്നത്. ഓക്കെ ആണല്ലോ. നമുക്കിതിലുള്ള മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ആർ ദ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് നമ്പേഴ്സ് ഓഫ് ദി 10th റോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് 10th റോയിലുള്ള ഫസ്റ്റത്തെയും ലാസ്റ്റ് നമ്പേഴ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതെങ്ങനെയാണ് കാണുക നോക്കൂ. ആദ്യം നമുക്ക് ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് നമ്പർ ഏതാ നോക്കാം. ഫസ്റ്റ് നമ്പർ ഏതാണ്? 0 ആണ് അല്ലേ. അപ്പോൾ ഈ 0 എന്ന് പറയുന്നത് 0 × 5 ആണ്. 0 × 5 0 അല്ലേ. അതാണ് 0 എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ റോയിലെ ഫസ്റ്റ് നമ്പർ എന്താണ്? 5 ആണ്. 5 എന്ന് പറയുന്നത് 5 × 1 ആണ് അല്ലേ. 1 × 5 ആണ് 5 എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടാമത്തെ റോയിൽ 1നെയാണ് 5 കൊണ്ട് ഗുണിച്ചിട്ടുള്ളത്. ഇനി പിന്നെ മൂന്നാമത്തെ റോയിലോ 2നെ 5 കൊണ്ട് ഗുണിച്ചു. അപ്പോൾ 10 കിട്ടിയില്ലേ. ഇനി നാലാമത്തെ റോയിലോ 3നെ 5 കൊണ്ട് ഗുണിച്ചു. അപ്പോൾ നാലാമത്തെ റോയിൽ 3നെയാണ് 5 കൊണ്ട് ഗുണിച്ചിട്ടുള്ളത്. അപ്പോൾ 10ാമത്തെ റോയിൽ എത്ര തന്നെ ആയിരിക്കും? പിന്നെ 9നെയാണ് 5 കൊണ്ട് ഗുണിക്കേണ്ടത് അല്ലേ. അപ്പോൾ 10ാമത്തെ റോയിൽ ഫസ്റ്റ് നമ്പർ കിട്ടാൻ എന്ത് ചെയ്താൽ മതി? 9നെ 5 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഫസ്റ്റ് നമ്പർ ഇൻ 10th റോ ഈസ് ഈക്വൽ ടു 9 × 5 അല്ലേ. 9 × 5 എത്രയാണ്? 45 ആണ്. അപ്പോൾ ഫസ്റ്റ് നമ്പർ 10th റോയിലെ ഫസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്? 45 ആണ്. ഇനി എന്തായാലും ചോദിച്ചിട്ടുള്ളത് ലാസ്റ്റ് നമ്പറും ചോദിച്ചിട്ടുണ്ട്. ലാസ്റ്റ് നമ്പർ കാണാൻ എന്ത് ചെയ്താൽ മതി? ഇപ്പൊ നോക്കൂ, ഓരോ റോയിലും ഫസ്റ്റ് നമ്പറും ലാസ്റ്റ് നമ്പറും തമ്മിലുള്ള ഇതെന്താണ്? ഫസ്റ്റ് നമ്പർക്ക് 4 കൂട്ടി കഴിഞ്ഞാൽ ലാസ്റ്റ് നമ്പർ കിട്ടും അല്ലേ. അപ്പൊ നമുക്ക് ഈ ഒരു 10th റോയിലാണെങ്കിലും അങ്ങനെ തന്നെ ചെയ്താൽ മതി. അതായത് 45ക്ക് 4 കൂട്ടി കൊടുത്താൽ മതി. അപ്പൊ എത്രയാ കിട്ടുക? 45 + 4 എത്രയാണ്? 49 അല്ലേ. അപ്പൊ 10th റോയിലെ ലാസ്റ്റ് നമ്പർ എന്താണ്? 49 ആണ് എന്നും കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൽ തന്നെയുള്ള നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താ നോക്കൂ. വാട്ട് ഈസ് ദ 4th നമ്പർ ഇൻ ദി 12th റോ? അപ്പൊ 12th റോയിലെ ഫസ്റ്റ് നമ്പർ കാണാൻ എന്ത് ചെയ്താൽ മതി? 11 കൊണ്ട് ഗുണിച്ചാൽ മതി അല്ലേ. 5നെ 11 കൊണ്ട് ഗുണിച്ചാൽ 12th റോയിലെ ഫസ്റ്റ് നമ്പർ കിട്ടും. ഫസ്റ്റ് നമ്പറും 4th നമ്പറും തമ്മിലുള്ള ബന്ധം എന്താണ്? അതിക്ക് 3 കൂട്ടിയാൽ മതി. അപ്പൊ നമുക്കിത് എങ്ങനെ ചെയ്യാം? അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ഫസ്റ്റ് നമ്പർ ഇൻ 12th റോ ഈസ് ഈക്വൽ ടു 11 × 5 അല്ലേ. 12th റോ ആയതുകൊണ്ടാണ് 11 കൊണ്ട് ഗുണിക്കുന്നത് അല്ലേ. അപ്പൊ 11 × 5 കാണാം. അപ്പൊ എത്ര കിട്ടുക? 55 എന്ന് കിട്ടും. ഇനി അടുത്തത് എന്താണ്? 4th നമ്പർ ഇൻ 10th റോ ആണ് കാണേണ്ടത്. അപ്പൊ എന്താ ചെയ്യേണ്ടത്? 4th നമ്പറും ഫസ്റ്റ് നമ്പറും തമ്മിലുള്ള ആ ഒരു ബന്ധം എന്താണെന്ന് ബാക്കിയുള്ള റോയിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അല്ലേ. എന്താണ്? ഫസ്റ്റ് നമ്പർക്ക് 3 കൂട്ടുമ്പോഴാണ് 4th നമ്പർ കിട്ടുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? 55ക്ക് 3 കൂട്ടി കൊടുക്കുക. അപ്പൊ എത്ര കിട്ടുന്നത്? 58 എന്ന് കിട്ടൂലേ. അതാണ് ആ ഒരു റോയിലുള്ള, അതായത് 12th റോയിലുള്ള 4th നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി ഇതിൽ തന്നെയുള്ള ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. വിച്ച് കോളം ആൻഡ് റോ ഡസ് ദ നമ്പർ 123 ബിലോങ് ടു? അതായത് 123 എന്ന സംഖ്യ ഇതിലെ ഏത് വരിയിലെ എത്രാമത്തെ സംഖ്യയാണെന്ന്, ഏത് റോയിലുള്ള എത്രാമത്തെ സംഖ്യയാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്?
123നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം അതൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മുമ്പ് ചെയ്തിരുന്ന പോലെ കള്ളിയൊക്കെ വരച്ചു കൊടുക്കുക. എന്നിട്ട് കള്ളിൻ്റെ ഉള്ളിൽ 123 123 എന്ന് എഴുതുക, മുകളിൽ 5 എന്ന് എഴുതുക അല്ലേ. ഇനി നമ്മൾ അതിൽ എത്ര 5 ഉണ്ടെന്നാണ് നോക്കേണ്ടത്. അപ്പോൾ നമുക്ക് പറ്റണത് ഏതെങ്കിലും ഒരു സംഖ്യ. അപ്പോൾ ഞാൻ 20 എന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ 20 ആണെങ്കിൽ 20 × 5 എത്രയാണ്? 100 ആണല്ലേ. അത് കള്ളിൻ്റെ ഉള്ളിൽ എഴുതാം. 123ൻ്റെ താഴെ 25 × 100 എന്നുള്ള ആ 100 എന്നുള്ളത് എഴുതി കൊടുക്കുക. അപ്പോൾ 123ൻ്റെ താഴെ 100 എന്ന് എഴുതി. ഇനി എന്താ ചെയ്യുക? 123 നിന്ന് 100 കുറക്കുക. ബാക്കി എത്രയാണെന്ന് വെച്ചാൽ അത് ആ കള്ളിൻ്റെ താഴെ എഴുതി കൊടുക്കണം. 123 നിന്ന് 100 കുറക്കുമ്പോൾ 23 എന്ന് കിട്ടൂലേ. 23 എന്ന് എഴുതി. ഇനി അതിൽ എത്ര 5 ഉണ്ട് എന്നാണ് നോക്കേണ്ടത്. അപ്പോൾ 23ൽ എത്ര 5 ഉണ്ട്? 4 5 എഴുതിയാലും ഉണ്ടല്ലേ. 4 5 20 അല്ലേ. അപ്പോൾ 4 എന്ന് ആദ്യം എഴുതി കൊടുക്കാം. അപ്പോൾ നോക്കൂ, ഇടത് ഭാഗത്ത് കള്ളിയുടെ ഇടത് ഭാഗത്ത് 4 എന്ന് എഴുതി, റൈറ്റ് സൈഡിൽ 4 × 5 = 20 എന്ന് എഴുതിയില്ലേ. ഇനി ആ 20 എന്നുള്ളത് കള്ളിൻ്റെ ഉള്ളിലും എഴുതണം. അതായത് 23ൻ്റെ താഴെയായിട്ട് ആ 20 എന്ന് എഴുതണം. ഇനി എന്താ ചെയ്യുക? 23 നിന്ന് 20 കുറക്കുക. അപ്പോൾ എത്രയാണ് കിട്ടുന്നത്? 23 - 20 എത്രയാണ്? 3 അല്ലേ. അതതിൻ്റെ താഴെ എഴുതി കൊടുക്കണം. 3ൽ പിന്നെ 5 ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ 3 എന്താണ്? അതിൽ മിച്ചാണ് അല്ലേ. അതായത് റിമൈൻഡർ ആണ്. 3 എന്ന് പറയുന്നത് റിമൈൻഡർ ആണ്. ആൻസർ എത്ര കിട്ടിയിട്ടുള്ളത്? ഒരു 20 ഉണ്ട്, ഒരു 4 ഉണ്ട് അല്ലേ. അപ്പോൾ എത്രയാ? 24 ആണ് അല്ലേ. അപ്പോൾ 123ൽ എത്ര 5 ഉണ്ട്? 24 5 ഉണ്ട്. റിമൈൻഡർ എത്രയാണ്? 3 ആണ്. നമ്മോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് എന്താണ്? ആ ഒരു 123 എന്ന് പറഞ്ഞ സംഖ്യ എത്രാമത്തെ റോയിൽ എത്രാമത്തെ കോളത്തിലാണ് എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പം നോക്കൂ, നമുക്ക് ആ ഒരു പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഇതിലെങ്ങനെയാണ് വന്നിട്ടുള്ളത്? ഫസ്റ്റത്തെ നമ്പർ 0 ആണല്ലോ. ഫസ്റ്റത്തെ റോയിലുള്ള ഫസ്റ്റത്തെ നമ്പർ എന്ന് പറയുന്നത് 0 ആണ്. 0നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താണ് കിട്ടുന്നത്? നമുക്ക് 0 തന്നെയാണ് ആൻസർ കിട്ടുന്നത് അല്ലേ. പിന്നെ അടുത്തത് 5 ആണ്. 5നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 1 കിട്ടി. അതായത് രണ്ടാമത്തെ ഇതിന് റോയിലാണ് എന്ത് 1 കിട്ടിയിട്ടുള്ളത്. അപ്പോൾ മൂന്നാമത്തെ റോയിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ പിന്നെ 2 കിട്ടിയിട്ടുള്ളത്. അതായത് മൂന്നാമത്തെ റോയിലുള്ള സംഖ്യനെ നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് 2 ആണ് അല്ലേ. അപ്പോൾ ആൻസർ 2 കിട്ടുന്നത് മൂന്നാമത്തെ റോയിലാണ്. ഇപ്പോൾ ഈ ഒരു 123ൽ നമുക്ക് ആൻസർ കിട്ടിയത് 24 ആണ്. അപ്പോൾ 24 എത്രാമത്തെ റോയിലായിരിക്കും? 25ാമത്തെ റോയിലായിരിക്കും അല്ലേ. മനസ്സിലായില്ലേ? അതായത് ആൻസർ 0 കിട്ടുന്നത് 1ാമത്തെ റോക്കാണ്, ആൻസർ 1 കിട്ടുന്നത് 2ാമത്തെ റോക്കാണ്, ആൻസർ 2 കിട്ടുന്നത് 3ാമത്തെ റോക്കാണ്. അപ്പൊ ആൻസർ 24 കിട്ടുന്നത് 25ാമത്തെ റോക്കായിരിക്കും. അപ്പൊ ഈ ഒരു സംഖ്യ 25ാമത്തെ റോയിലാണ്. നമുക്ക് മനസ്സിലായി. ഇനി എത്രയാണ് കോളം എന്നാണ് നോക്കേണ്ടത്. അപ്പോൾ കോളം കാണാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് കോളത്തിൽ എല്ലാത്തിൻ്റെയും റിമൈൻഡർ 0 ആണ്, സെക്കൻഡ് കോളത്തിൽ റിമൈൻഡർ 1 ആണ്, തേർഡ് കോളത്തിൽ റിമൈൻഡർ 2 ആണ്, ഫോർത്ത് കോളത്തിലാണ് റിമൈൻഡർ 3 വരുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? ദി ഫോർത്ത് നമ്പർ ഇൻ ദി 25th റോ എന്ന് പറയാം അല്ലേ. ഫോർത്ത് നമ്പറാണ്, അതായത് ഫോർത്ത് കോളമിലാണ് പിന്നെ ഏത് നമ്പർ വരുന്നത്? 123 എന്ന് പറഞ്ഞ നമ്പർ വരുന്നത്. അതായത് 25th റോയിൽ ഫോർത്ത് നമ്പർ ആയിട്ടാണ് 123 നമുക്ക് കിട്ടുന്നത്. പിന്നെ നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. റൈറ്റ് ഈച്ച് ഓഫ് ദ നമ്പേഴ്സ് ആസ് സെർട്ടൻ ടൈംസ് 9 ആൻഡ് എ റിമൈൻഡർ. എന്നിട്ട് കുറച്ച് നമ്പേഴ്സ് തന്നിട്ടുണ്ട് അല്ലേ. അതായത് ആ നമ്പേഴ്സിനെ 9ന്റെ എന്താണ് ടൈംസും റിമൈൻഡറും ആക്കിയിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയാ 9ന്റെ എഴുതാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്? 9 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി അല്ലേ. അപ്പോൾ നോക്കൂ, അതിൽ ഫസ്റ്റത്തെ നമ്പർ ഏതാണ്? 11 ആണ്. അപ്പോൾ 11നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് അതിന്റെ ആൻസറും പിന്നെ എന്താ എഴുതേണ്ടത്? റിമൈൻഡറും ആണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ 11നെ 9 കൊണ്ട് ഹരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഒരു ബോക്സ് വരയ്ക്കുക. എന്നിട്ട് ആ ബോക്സിന്റെ ഉള്ളിൽ 11 എന്ന് എഴുതുക, മുകളിൽ 9 എന്ന് എഴുതുക അല്ലേ. ഇനി എന്താ ചെയ്യുക? 11ൽ എത്ര 9 ഉണ്ട് എന്നാണ് നോക്കേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? 1 തന്നെ അല്ലേ ഉള്ളൂ. അപ്പോൾ 1 എന്ന് തന്നെ എഴുതാം. അപ്പോൾ 1 എന്ന് നമ്മൾ ബോക്സിന്റെ ലെഫ്റ്റ് സൈഡിൽ എഴുതാം. പിന്നെ 1 × 9 = 9 എന്ന് റൈറ്റ് സൈഡിലും എഴുതാം. ആ 9 എന്നുള്ളത് ബോക്സിന്റെ ഉള്ളിലും എഴുതി കൊടുക്കണം അല്ലേ. 11ന്റെ താഴെയായിട്ട് 9 എന്ന് എഴുതി കൊടുക്കണം. ഇനി എന്താ ചെയ്യുക? 11 - 9 കാണണം. എന്നിട്ട് അത് അതിന്റെ താഴെയുള്ള ബോക്സിൽ എഴുതണം. അപ്പോൾ എത്ര കിട്ടുന്നത്? 11 - 9 എന്ന് പറഞ്ഞാൽ 2 അല്ലേ. അപ്പോൾ 2 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ 2ൽ പിന്നെ 9 വരുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ 2 എന്താണ്? റിമൈൻഡർ ആണ് അല്ലേ. അതുപോലെ ടൈംസ് എത്രയാണ് കിട്ടിയത്? പിന്നെ ഇടത് സൈഡിൽ എഴുതിയിട്ടുള്ള അതിനാണ് ടൈംസ് വരുന്നത്. അതിൽ 1 മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ടൈംസ് 1 ആണ്, റിമൈൻഡർ 2 ആണ്. ഓക്കെ ആണല്ലോ. ഇതിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. 111 ആണ്. അതിന് 9ന്റെ ടൈംസും റിമൈൻഡറും ആക്കിയിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നേരത്തെ ചെയ്ത പോലെ 111നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കള്ളിയൊക്കെ വരക്കണം ആദ്യം. എന്നിട്ട് കള്ളിൻ്റെ ഉള്ളിൽ 111 എഴുതുക. അതുപോലെ തന്നെ മുകളിലായിട്ട് 9 എന്ന് എഴുതുക. ഇനി എന്താ ചെയ്യേണ്ടത്? ആ 111ൽ എത്ര 9 ഉണ്ടെന്നാണ് നോക്കേണ്ടത് അല്ലേ. അപ്പം നമുക്ക് കറക്റ്റ് അറിയില്ലെങ്കിലും ഏതെങ്കിലും ഒരു സംഖ്യ, അറിയണ ഒരു സംഖ്യ വെച്ചിട്ട് ആദ്യം ചെയ്യണം. നമുക്ക് ആദ്യം ഒരു 10 വെച്ചിട്ട് ചെയ്ത് നോക്കാം അല്ലേ.
അപ്പോൾ ആ ഒരു ബോക്സിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് 10 എന്ന് കൊടുക്കുക. പിന്നെ റൈറ്റ് സൈഡിൽ 10 × 9 ഈക്വൽ ടു എത്രയാണ് 90 എന്നാണ് അല്ലേ. അപ്പോൾ അത് നമ്മൾ ആ ബോക്സിൻ്റെ ഉള്ളിൽ എഴുതണം. ആ 90 എന്നുള്ളത് ബോക്സിൻ്റെ ഉള്ളിൽ എഴുതണം. അപ്പോൾ എന്തായി, പിന്നെ 111ൻ്റെ താഴെയായിട്ട് 90 എന്ന് എഴുതിയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യുക, 111 മൈനസ് 90 കാണണം അല്ലേ. അപ്പോൾ എന്താ കിട്ടുക, 111 മൈനസ് 90 എന്ന് പറഞ്ഞാൽ 21 ആണ് അല്ലേ. അപ്പോൾ നമ്മൾ ആ 21 എന്നുള്ളത് അതിൻ്റെ താഴെയുള്ള ബോക്സിൽ എഴുതിയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യുക, 21ൽ എത്ര 9 ഉണ്ട് നോക്കണം അല്ലേ. എത്ര 9 വരെ വരാം, 2 എന്തായാലും ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് 2 കൊണ്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ 2 എന്ന് എഴുതാം, റൈറ്റ് സൈഡിൽ 2 × 9 ഈക്വൽ ടു 18 എന്ന് എഴുതാം അല്ലേ. ഇനി ആ 18 എന്നുള്ളത് 21ൻ്റെ താഴെ എഴുതണം. അപ്പോൾ എന്തായി, 21 മൈനസ് 18 ആണ് ഇനി കാണേണ്ടത്. അപ്പോൾ എത്ര കിട്ടുന്നത്, 21 മൈനസ് 18 എന്ന് പറഞ്ഞാൽ 3 എന്ന് കിട്ടും അല്ലേ. അതാണ് എന്ത്, റിമൈൻഡർ എന്ന് പറയുന്നത്. പിന്നെ എത്രയാണ് ആൻസർ കിട്ടുന്നത്, അതാണ് ടൈംസിൽ. ആൻസർ എത്ര കിട്ടിയത്, ഒരു 10 ഉണ്ട് ഒരു 2 ഉണ്ട്. അപ്പോൾ എത്രയാണ് 12 അല്ലേ. അപ്പോൾ എത്ര ടൈംസ് ആണ്, 12 ടൈംസ് ആണുള്ളത് അല്ലേ. പിന്നെ 111 9 എത്ര ടൈംസ് ആണുള്ളത്, 12 ടൈംസ് ഉണ്ട്. പിന്നെ റിമൈൻഡർ 3 ഉണ്ട്. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത നമ്പർ നോക്കൂ, 1111. അതിനെയാണ് നമ്മൾ ഇനി ടൈംസും റിമൈൻഡറും ആക്കിയിട്ട് 9ന്റെ ടൈംസും റിമൈൻഡറും ആക്കിയിട്ട് എഴുതേണ്ടത്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, 1111 ഡിവൈഡഡ് ബൈ 9 കാണണം അല്ലേ. അപ്പം അതിന് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ബോക്സ് ഒക്കെ വരയ്ക്കുക. എന്നിട്ട് ബോക്സിന്റെ ഉള്ളിൽ 1111 എഴുതാം, മുകളിൽ എന്ത് എഴുതാം, 9 എന്നും എഴുതി കൊടുക്കാം. അപ്പോൾ ഇതൊരു കുറച്ച് വലിയ സംഖ്യ ആയതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം തന്നെ കുറച്ചൊരു വലിയ സംഖ്യ കൊണ്ട് ചെയ്യാം. അപ്പോൾ നമ്മളൊരു 100 കൊണ്ടാണ് ചെയ്യുന്നത് നിൽക്കുക. അങ്ങനെയാണെങ്കിൽ എത്രയായിരിക്കും കിട്ടുക, 100 × 9 എത്രയാണ്, 900 ആണല്ലേ. അപ്പോൾ നമ്മളത് കള്ളിൻ്റെ ഉള്ളിലും എഴുതി കൊടുക്കണം 900 എന്ന്. ഇനി നമ്മൾ എന്താ ചെയ്യുക, 1111 900 സബ്ട്രാക്ട് ചെയ്യണം അല്ലേ. അത് അതിൽ നിന്ന് മൈനസ് ചെയ്യുമ്പോൾ എത്രയാണ് കിട്ടുന്നത്, 211 എന്ന് കിട്ടും അല്ലേ. ഇനി അതിൽ എത്ര 9 ഉണ്ട് എന്ന് നോക്കണം. അപ്പോൾ എത്രയായിരിക്കും, അപ്പോൾ നമുക്കൊരു 20 വെച്ച് ചെയ്തു നോക്കാം. അപ്പോൾ എങ്ങനെ എഴുതുക, ലെഫ്റ്റ് സൈഡിൽ 20 എന്ന് എഴുതുക. 20 × 9 എത്രയാണ്, 180 ആണ് അല്ലേ. 2 × 9 18 ആണ്. അപ്പോൾ 20 × 9 എന്തായിരിക്കും, 118 എന്നായിരിക്കും അല്ലേ. ഒരു 0 കൂടെ ഇട്ട് കൊടുത്താൽ മതി, 18ക്ക് ഒരു 0 കൂടെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ 180 എന്ന് കിട്ടിയില്ല. ഇനി എന്താ ചെയ്യുക, 211ൻ്റെ താഴെ 180 എന്ന് എഴുതി കൊടുക്കുക അല്ലേ. 211ൻ്റെ താഴെ 180 എന്ന് എഴുതി കൊടുക്കുക. ഇനി എന്നിട്ട് അത് അതിൽ നിന്ന് കുറക്കണം. അപ്പോൾ എത്ര കിട്ടുക, 31 കിട്ടും അല്ലേ. ആ 31ൽ എത്ര 9 ഉണ്ട് എന്നാണ് ഇനി നോക്കേണ്ടത്. അപ്പോൾ എത്ര എണ്ണം ഉണ്ടാവും, ഒരു 3 എണ്ണം എന്തായാലും ഉണ്ടായല്ലോ. 3 × 9 എത്രയാണ്, 27 അല്ലേ. അപ്പം അതുകൊണ്ട് നമുക്ക് 3 കൊണ്ടൊന്ന് ചെയ്യാം. ലെഫ്റ്റ് സൈഡിൽ 3 എന്ന് എഴുതുക, റൈറ്റ് സൈഡിൽ 3 × 9 ഈക്വൽ ടു 27 എഴുതുക. ആ 27 എന്നുള്ളത് ആ ബോക്സിന്റെ ഉള്ളിലും എഴുതണം അല്ലേ. അപ്പോൾ 31ൻ്റെ താഴെ 27 എഴുതി. ഇനി എന്താ ചെയ്യുക, 31 നിന്ന് 27 മൈനസ് ചെയ്യണം. അപ്പോൾ എത്രയാണ് കിട്ടുന്നത്, 4 എന്ന് കിട്ടൂലേ. അപ്പോൾ അതിൽ ഇനി 9 വരുന്നുണ്ടോ, ഇല്ല. 9 അതിലില്ലാത്തതുകൊണ്ട് തന്നെ അതെന്താണ്, റിമൈൻഡർ ആണ് അല്ലേ. അപ്പോൾ 4 ആണ് എന്ത്, റിമൈൻഡർ എന്ന് പറയുന്നത്. ഇനി ടൈംസ് എത്രയാണ്, ഒരു 100 ഉണ്ട്, ഒരു 20 ഉണ്ട്, ഒരു 3 ഉണ്ട് അല്ലേ. അത് മൂന്നും കൂടെ കൂട്ടുക. അപ്പോൾ 123 എന്നാണ് കിട്ടുക. അപ്പോൾ ടൈംസ് എത്രയാണ്, 123 ആണ്. റിമൈൻഡറോ 4 ആണ്. അപ്പോൾ നോക്കൂ, ഇതിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ നോക്കൂ. 11 9 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ ടൈംസ് 1 റിമൈൻഡർ 2 കിട്ടി. 111 9 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ ടൈംസ് 12 റിമൈൻഡർ 3 കിട്ടി. പിന്നെ 1111 9 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ എന്ത് കിട്ടി, ടൈംസ് 123 കിട്ടി, റിമൈൻഡർ 4 കിട്ടിയില്ലേ. അപ്പം അതിൻ്റെ ഒരു പ്രത്യേകത എന്താണ് നോക്കൂ. അപ്പോൾ നോക്കൂ, 11 എന്ന് പറയുന്നത് 2 അക്കങ്ങളല്ലേ ഉള്ളത്. അപ്പോൾ റിമൈൻഡർ 2 എന്നാണ് കിട്ടിയിട്ടുള്ളത് അല്ലേ. പിന്നെ ടൈംസോ ആ 2ന് താഴെയുള്ള ഒരു നമ്പർ, അതായത് 1 മാത്രം അല്ലേ. പിന്നെ അടുത്തത് 111 അത് 3 അക്കങ്ങളാണുള്ളത്. അപ്പോൾ റിമൈൻഡർ 3 എന്ന് കിട്ടിയിട്ടുണ്ട്. ടൈംസോ അതിൻ്റെ താഴെയുള്ള 2 നമ്പറുകളും, അതായത് 1ഉം 2 12 എന്നല്ലേ, അങ്ങനെ എഴുതിയിട്ടുണ്ട്. ഇനി അടുത്തത് എങ്ങനെയാണ്, 1111നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ അത് 4 അക്കങ്ങളാണ്. അപ്പോൾ റിമൈൻഡർ 4 എന്ന് കിട്ടി. അതിൻ്റെ ടൈംസ് എത്രയാണ്, അതിൻ്റെ താഴെയുള്ള 3 വരെയുള്ളത്, അതായത് 1 2 3 എന്ന് വരെയുള്ളതാണ് ടൈംസ് കിട്ടിയിട്ടുള്ളത്. ഇനി അങ്ങനെയാണെങ്കിൽ 5 1 വന്നിട്ട് അതിനെ 9 കൊണ്ട് ഹരിക്കുകയാണെങ്കിൽ എന്തായിരിക്കും. അപ്പോൾ നോക്കൂ, അടുത്ത ക്വസ്റ്റ്യൻ അതാണ്, അതൊന്ന് നോക്കാം നമുക്ക്. അപ്പോൾ നോക്കൂ, ക്യാൻ യു ഗസ് ഹൗ 1111 എന്നാണ് ഇതിൽ എഴുതിയിട്ടുള്ളത് അല്ലേ. മലയാളം മീഡിയത്തിലെ ബുക്കിൽ അങ്ങനെയല്ല, 11111 എന്നാണ്. ഈസ് റിട്ടൺ ലൈക്ക് ദിസ്, ചെക്ക് യുവർ ഗസ് ബൈ ആക്ച്വൽ ഡിവിഷൻ. അതായത് ആ ഒരു സംഖ്യനെ എങ്ങനെയായിരിക്കും 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആൻസർ കിട്ടുക എന്നുള്ളത് നമ്മളോട് ഗസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് അത് ഗസ് ചെയ്തത് കറക്റ്റ് ആണോ എന്ന് ശരിക്കും ഡിവിഷൻ ചെയ്തിട്ട് അത് ഉറപ്പിക്കാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നോക്കൂ, ഈ ഒരു സംഖ്യ അല്ല, അതിൽ ഒരു ഒന്നും കൂടെ എഴുതാനുണ്ട്. അപ്പോൾ നമുക്കത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്.
1111 9 വെച്ചിട്ട് നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. നമ്മൾ ഇനി ചെയ്യണത് എന്താണ്? 11,111 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ് ചെയ്യണത്. അതായത് 5 അക്കങ്ങളാണ് ഉള്ളത്. 5 അക്കങ്ങൾ ഉണ്ടാകുമ്പോൾ റിമൈൻഡർ എന്തായിരിക്കും? 5 ആയിരിക്കും. പിന്നെ ടൈംസ് എന്തായിരിക്കും? അതിന് താഴെയുള്ള നമ്പേഴ്സ്, അതായത് 1 2 3 4 അല്ലേ? അതായത് 1234 ടൈംസ് ആണ് അതിലുണ്ടായിട്ടുണ്ടാവുക. അതാണ് നമ്മൾ ഗസ് ചെയ്തിട്ടുള്ളത്. ഇനി അത് തന്നെയാണോ എന്ന് ഉറപ്പിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? നേരത്തെ ചെയ്ത പോലെ തന്നെ അതൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മൾ കള്ളിയൊക്കെ വരച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ 5 ഒന്നുകൾ ഇട്ട് കൊടുക്കുക, മുകളിൽ 9 ഇട്ട് കൊടുക്കുക അല്ലേ? ഇനി അതിൽ എത്ര 9 ഉണ്ട് എന്നാണ് നോക്കേണ്ടത്. അപ്പോൾ ഇതൊരു വലിയ സംഖ്യ ആയതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം തന്നെ ഒരു വലിയ സംഖ്യ കൊണ്ട് ചെയ്ത് നോക്കാം അല്ലേ? അപ്പം നമ്മൾ 1000 കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ 1000 ഇൻറ്റു 9 എത്രയാണ്? 9000 ആണല്ലേ? 1000 ഇൻറ്റു 9 9000 ആണ്. അപ്പോൾ അത് നമ്മൾ റൈറ്റ് സൈഡിൽ എഴുതാം, ലെഫ്റ്റ് സൈഡിൽ 1000 എന്ന് എഴുതാം. ഇനി ആ 9000 എന്നുള്ളത് നമുക്ക് ആ കള്ളിൻ്റെ ഉള്ളിൽ എഴുതി കൊടുക്കണം അല്ലേ? അതായത് ആ 11,111 താഴെയായിട്ട് 9000 എന്നും കൂടെ എഴുതി കൊടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യുക? അത് അതിൽ നിന്ന് കുറക്കണം അല്ലേ? 11,111 എന്ന് 9000 മൈനസ് ചെയ്യണം. ഇപ്പം എത്ര കിട്ടുന്നത്? 2111 എന്ന് കിട്ടും അല്ലേ? ഇനി അതിൽ എത്ര 9 ഉണ്ട് നോക്കണം. അത് നമുക്ക് കുറച്ചൊരു വലിയ സംഖ്യ തന്നെ എടുക്കാം. ഒരു 200 കൊണ്ട് നോക്കി നോക്കുക അല്ലേ? 209 എത്രയാണ്? 2 ഇൻറ്റു 9 18 അല്ലേ? അപ്പോൾ 209 എത്രയായിരിക്കും? 18 ഇട്ടിട്ട് 2 0 കൂടെ ഇട്ട് കൊടുത്താൽ മതി അല്ലേ? അപ്പോൾ റൈറ്റ് സൈഡിൽ 200 ഇൻറ്റു 9 സമം 1800 എന്ന് എഴുതാം. ലെഫ്റ്റ് സൈഡിൽ 200 എന്ന് എഴുതാം അല്ലേ? ഇനി 1800 നമുക്ക് ആ കള്ളിൻ്റെ ഉള്ളിൽ എഴുതണം. അതായത് 2111 എന്ന് എഴുതിയില്ലേ? അതിൻ്റെ താഴെയായിട്ട് 1800 എഴുതി കൊടുക്കുക. ഇനി എന്താ ചെയ്യേണ്ടത്? 2111 1800 മൈനസ് ചെയ്യണം. അപ്പോൾ എത്രയാണ് കിട്ടുക? അപ്പോൾ 311 എന്ന് കിട്ടും അല്ലേ? ഇനി അതിൽ എത്ര 9 ഉണ്ട് നോക്കുക. അപ്പോൾ നമുക്കൊരു 30 കൊണ്ടും കൂടെ നോക്കി നോക്കാം. നിങ്ങൾക്ക് എത്ര കൊണ്ട് വേണമെങ്കിലും ചെയ്ത് നോക്കാം കേട്ടോ. എന്നിട്ട് അതിൻ്റെ ബാലൻസ് അങ്ങനെ താഴെ എഴുതി വീണ്ടും വീണ്ടും കള്ളി വരച്ച് ചെയ്യേണ്ടി വരുന്നേ ഉള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ആദ്യം തന്നെ ഒരു 30 കൊണ്ട് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ അത് നമ്മൾ പിന്നെ ബോക്സിൻ്റെ ലെഫ്റ്റ് സൈഡിൽ എഴുതാം. ഇനി 30 ഇൻറ്റു 9 എത്രയാണ്? 270 ആണ് അല്ലേ? അതായത് 3 ഇൻറ്റു 9 എന്ന് പറഞ്ഞാൽ 27 ആണ്. അപ്പോൾ 30 ഇൻറ്റു 9 എത്രയായിരിക്കും? ആ ഒരു 0 കൂടെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ 270 എന്ന് കിട്ടും. അപ്പോൾ ആ 270 നമ്മൾ എവിടെയും കൂടി എഴുതണം? ആ ബോക്സിൻ്റെ ഉള്ളിലും കൂടെ എഴുതണം അല്ലേ? ആ 311 താഴെയായിട്ട് 270 കൂടെ എഴുതണം. ഇനി എന്താ ചെയ്യുക? 311 270 കുറക്കുക, മൈനസ് ചെയ്യുക. അപ്പോൾ എത്രയാണ് കിട്ടുന്നത്? 30 41 എന്ന് കിട്ടും അല്ലേ? ഇനി അതിലെത്ര 9 ഉണ്ട് നോക്കണം. 41 എത്ര 9 ഉള്ളത്? 4 9 36 അല്ലേ? അപ്പോൾ 4 9 എന്തായാലും ഉണ്ട്. അപ്പോൾ നമുക്ക് ഇനി 4 കൊണ്ട് ചെയ്യാം. അപ്പോൾ എങ്ങനെ എഴുതാം? ഇടത് ഭാഗത്ത് 4 എന്ന് എഴുതാം, വലത് ഭാഗത്ത് 4 ഇൻറ്റു 9 36 എന്ന് എഴുതാം അല്ലേ? ഇനി ആ 36 നമുക്ക് കള്ളിൻ്റെ ഉള്ളിലും കൂടെ എഴുതണം. അതായത് 41 താഴെയായിട്ട് ആ 36 എന്നും കൂടെ എഴുതണം. ഇനി 41 36 മൈനസ് ചെയ്യുക. അപ്പോൾ എത്ര കിട്ടുന്നത്? 5 എന്ന് കിട്ടുമല്ലോ. അതുപോലെ ആൻസർ എത്ര കിട്ടുന്നത്? ഒരു 1000 ഉണ്ട്, ഒരു 200 ഉണ്ട്, ഒരു 30 ഉണ്ട്, ഒരു 4 ഉണ്ട്. അതായത് 1234 അല്ലേ? അത്ര ടൈംസ് ആണ് എന്ത് കിട്ടുന്നത്? ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് റിമൈൻഡർ 5 ആണ് അല്ലേ? അതന്നെയല്ലേ നമ്മൾ ഊഹിച്ചുകൊണ്ട് നേരത്തെ ചെയ്ത് വെച്ചിട്ടുള്ളത്? ആ സൈഡിൽ എഴുതിയിരിക്കണത് നോക്കുമ്പോൾ അതന്നെയല്ലേ നമ്മൾ ഊഹിച്ച് ചെയ്തപ്പോഴും നമുക്ക് ആൻസർ കിട്ടിയിട്ടുള്ളത്. ഓക്കെ ആണല്ലോ? ഇതിൽ തന്നെയുള്ള അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. റൈറ്റ് ഔട്ട് ദിസ് നമ്പർ പാറ്റേൺ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? അപ്പോൾ ഇതിൻ്റെ പാറ്റേൺ എങ്ങനെയാണ് എഴുതാൻ നോക്കൂ. അപ്പോൾ അതെങ്ങനെയാണ് എഴുതേണ്ടത് നോക്കൂ. ഈ ഒരു രീതിയിലാണ് ആ പാറ്റേൺ എഴുതേണ്ടത്. അതായത് ആദ്യം 2 ഒന്നിട്ടിട്ട് 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ടൈംസ് 1 ആയിരിക്കും, റിമൈൻഡർ 2 ആയിരിക്കും. പിന്നെ 3 1 ഇടുമ്പോൾ പിന്നെ റിമൈൻഡർ 3 ആവും, ടൈംസ് അതിൻ്റെ താഴെയുള്ള 1 2 എന്ന് വരും അല്ലേ? ഇനി 4 1 റിമൈൻഡർ 4 ആവും, മറ്റേത് 1 2 3 എന്നായിരിക്കും. 5 1 റിമൈൻഡർ 5, മറ്റേത് 1 2 3 4 വരെ അല്ലേ? അടുത്തത് 6 1 റിമൈൻഡർ 6, പിന്നെ 1 2 3 4 5 വരെ. അടുത്തത് 7 ഒന്നുകളാണുള്ളത്. അപ്പോൾ റിമൈൻഡർ 7 ആവും. പിന്നെ ടൈംസ് എന്തായിരിക്കും? 7 താഴെയുള്ള 6 വരെയുള്ള നമ്പേഴ്സ് 1 2 3 4 5 6 വരെയുള്ള അങ്ങനെ എഴുതണം അല്ലേ? ഇനി അടുത്തത് നോക്കുക. അങ്ങനെ ഓരോന്നും ഇനി എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? ഈ ഒരു രീതിയിലാണ് നമ്മൾ ആ പാറ്റേൺ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് നോക്കാം. അപ്പോൾ നോക്കൂ, 5ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? റൈറ്റ് ഈച്ച് ഓഫ് ദ നമ്പേഴ്സ് ആസ് സെർട്ടൈൻ ടൈംസ് 8 ആൻഡ് എ റിമൈൻഡർ. എന്നിട്ട് കുറച്ച് നമ്പേഴ്സ് തന്നിട്ടുണ്ട് അല്ലേ? അതിൻ്റെ താഴെ വേറെ 2 ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. ക്യാൻ യു ഗസ് ഹൗ 9876 ഈസ് റിട്ടൺ ലൈക്ക് ദിസ്? ചെക്ക് യുവർ ഗസ് ബൈ ആക്ച്വൽ ഡിവിഷൻ. അതിൻ്റെ താഴെ റൈറ്റ് ഔട്ട് ദിസ് നമ്പർ പാറ്റേൺ എന്നും പറഞ്ഞിട്ടുണ്ട് അല്ലേ?
അപ്പം അതായത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്, 9നെ 8ന്റെ ടൈംസും റിമൈൻഡറും ആയിട്ട് എഴുതണം. അത് കഴിഞ്ഞിട്ട് 98നെയും അതുപോലെ ചെയ്യണം. പിന്നെ 987നെ അതുപോലെ ചെയ്യണം അല്ലേ. പിന്നെ എന്താ പറഞ്ഞിട്ടുള്ളത്, 9876നെ എന്തായിരിക്കും എന്നുള്ളത് നമ്മൾ ഗസ് ചെയ്ത് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അത് ശരിയാണോ എന്ന് പരിശോധിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പിന്നെ ആ ഒരു പാറ്റേൺ മുഴുവനാക്കാനുമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് 9നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യണം എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ എങ്ങനെയാണ് 9നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, 9 എന്നുള്ളത് ബോക്സിൻ്റെ ഉള്ളിൽ എഴുതുക, 8 എന്നുള്ളത് മുകളിൽ എഴുതുക അല്ലേ. എന്നിട്ട് 9ൽ എത്ര 8 ഉണ്ട് എന്നാണ് നോക്കേണ്ടത്. അപ്പോൾ നമുക്ക് 1 കാണുന്നുള്ളൂ അല്ലേ. അപ്പോൾ ആ 1 എന്ന് നമ്മൾ ആ ഒരു ബോക്സിൻ്റെ ഇടതുഭാഗത്ത് എഴുതണം, ലെഫ്റ്റ് സൈഡിൽ എഴുതണം. അതുപോലെ ആ ബോക്സിൻ്റെ റൈറ്റ് സൈഡിൽ എന്താ എഴുതേണ്ടത്, 1 × 8 = 8 എന്ന് എഴുതുക അല്ലേ. ഇനി ആ 8 എന്നുള്ളതിനെ നമുക്ക് ആ 9ൻ്റെ താഴെ എഴുതണം, അതായത് ബോക്സിൻ്റെ ഉള്ളിലും എഴുതണം. ഇനി എന്താ ചെയ്യുക, 9 എന്ന് 8 മൈനസ് ചെയ്യുക അല്ലേ. അപ്പം 9ന്ന് 8 മൈനസ് ചെയ്യുമ്പോൾ എത്രയാണ്, 1 എന്ന് കിട്ടും. അത് അടിയിലുള്ള ബോക്സിലും കൂടെ എഴുതി കൊടുക്കുക. ഇനി ആ എഴുതിയ 1ൽ പിന്നെ 8 പോകുന്നുണ്ടോ, ഇല്ല. അതുകൊണ്ട് തന്നെ അതെന്താണ്, റിമൈൻഡർ ആണ് അല്ലേ. 1 എന്ന് പറയുന്നതാണ് റിമൈൻഡർ. ടൈംസ് എത്രയാണ്, ആ ഒരു ബോക്സിൻ്റെ ഇടത് ഭാഗത്ത് എഴുതിയതാണ് ടൈംസ് ആയിട്ട് വരുന്നത്. അത് എത്രയുണ്ട്, 1 മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ടൈംസും 1 ആണ്, എന്താണ് റിമൈൻഡറും 1 തന്നെയാണ്. ഇനി അടുത്ത നമ്പർ എന്താണ്, 98 ആണ് അല്ലേ. 98നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് അതും ടൈംസും റിമൈൻഡർ ആക്കിയിട്ട് എഴുതണം അല്ലേ. 98നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, ബോക്സ് ഒക്കെ വരക്കുക. എന്നിട്ട് ബോക്സിൻ്റെ ഉള്ളിൽ 98 എന്ന് കൊടുക്കുക, മുകളിലായിട്ട് 8 എന്നും കൊടുക്കുക. ഇനി 98ൽ എത്ര 8 ഉണ്ട് എന്നാണ് നോക്കേണ്ടത്. നമ്മൾ മുഴുവനായിട്ട് നോക്കണമെന്നില്ല, ആദ്യം നമുക്ക് കഴിയുന്ന എളുപ്പമുള്ള ഒരു സംഖ്യ കൊടുക്കുക. അപ്പോൾ നമ്മൾ 10 എന്ന് കൊടുത്താൽ, 10 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് ആ ഒരു ബോക്സിൻ്റെ ഇടത് ഭാഗത്ത് 10 എന്ന് എഴുതി കൊടുക്കുക. എന്നിട്ട് ആ 10 × 8 എത്രയാണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. 10 × 8 80 ആണ് അല്ലേ. അത് നമ്മൾ ആ ഒരു ബോക്സിൻ്റെ വലത് ഭാഗത്തും എഴുതി കൊടുത്തു. ഇനി ആ 80 എന്ന് കിട്ടിയില്ലേ, അത് നമ്മൾ എന്ത് ചെയ്യുക, 98ൻ്റെ താഴെ എഴുതുക. ഇനി എന്താ ചെയ്യേണ്ടത്, ആ 98ന്ന് 80 മൈനസ് ചെയ്യുക. അപ്പോൾ എത്രയാണ് കിട്ടുക, 18 എന്ന് കിട്ടുമല്ലോ. 98ന്ന് 80 മൈനസ് ചെയ്യുമ്പോൾ 18 എന്ന് കിട്ടും. അത് നമ്മൾ ആ താഴെ ബോക്സിൻ്റെ താഴത്തെ ബോക്സിൽ എഴുതി കൊടുക്കുക. ഇനി 18ൽ എത്ര 8 ഉണ്ട് എന്നാണ് നോക്കേണ്ടത്. അപ്പോൾ എത്ര എണ്ണം ഉണ്ടാവും, ഒരു 2 എന്തായാലും ഉണ്ട് അല്ലേ. 2 × 8 16 അല്ലേ. അത് 18ൻ്റെ ഉള്ളിലുള്ള ഒരു സംഖ്യയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് 2 കൊടുക്കാം. പിന്നെ ഇടത് സൈഡിൽ എഴുതുക, 2 എന്ന് എഴുതുക. വലത് സൈഡിൽ 2 × 8 16 എന്ന് എഴുതുക. എന്നിട്ട് ആ 16 എന്നുള്ളത് നമ്മൾ ആ ബോക്സിൻ്റെ ഉള്ളിൽ എഴുതി കൊടുക്കണം, അതായത് 18ൻ്റെ താഴെയായിട്ട്. ഇനി എന്താ ചെയ്യേണ്ടത്, 18ന്ന് 16 മൈനസ് ചെയ്യുക അല്ലേ, അത് സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ എത്രയാണ് കിട്ടുന്നത്, 2 എന്ന് കിട്ടുമല്ലോ. ഇനി 2ൽ 8 വരുന്നുണ്ടോ, ഇല്ല. അതുകൊണ്ട് തന്നെ ആ 2 എന്ന് പറയുന്നത് എന്താണ്, റിമൈൻഡർ ആണ് അല്ലേ. അപ്പോൾ പിന്നെ 98ൽ എത്ര 8 ഉണ്ട് നോക്കുമ്പോൾ അതിൽ റിമൈൻഡർ കിട്ടുന്നതാണ് എന്ത്, ഈ 2 എന്ന് പറയുന്നത്. എത്ര 8 ഉണ്ട്, എത്ര ടൈംസ് ആണ്, 10ഉം 2ഉം കൂടെ ഉണ്ട് അല്ലേ. 10 + 2 എത്രയാണ്, 12 ടൈംസ് ആണ്. അപ്പോൾ ടൈംസ് 12 ആണ്, റിമൈൻഡർ എത്രയാണ്, 2 ആണ്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് അടുത്ത സംഖ്യ നോക്കാം. 987നെ 8ൻ്റെ ടൈംസും റിമൈൻഡറായിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. നമ്മൾ എന്താ ചെയ്യേണ്ടത്, 987നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുക, ആദ്യം നമ്മൾ ബോക്സ് ഒക്കെ വരയ്ക്കുക. എന്നിട്ട് ആ ബോക്സിൻ്റെ ഉള്ളിൽ 987 എഴുതുക, മുകളിലായിട്ട് 8 എന്നും എഴുതണം. അപ്പോൾ നോക്കൂ, 987 എന്ന് പറഞ്ഞാൽ കുറച്ചൊരു വലിയ സംഖ്യ ആയതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം തന്നെ കുറച്ചൊരു വലിയ സംഖ്യ കൊണ്ട് ചെയ്ത് നോക്കാം അല്ലേ. ഒരു 100 എടുത്താൽ 100 × 8 എത്രയാണ്, 800 ആണ്. അപ്പോൾ അത് എന്തായാലും 987ൻ്റെ താഴെയാണല്ലോ, അതിനേക്കാളും ചെറുതാണല്ലോ. അതുകൊണ്ട് നമുക്ക് 100 എന്ന് എടുക്കാം. അത് നമ്മൾ ആ ഒരു ബോക്സിൻ്റെ ലെഫ്റ്റ് സൈഡിൽ 100 എന്ന് എഴുതി കൊടുത്തു. റൈറ്റ് സൈഡിൽ എന്താ എഴുതേണ്ടത്, 100 × 8 = 800 എന്ന് എഴുതി കൊടുക്കുക. ഇനി ആ 800 നമ്മൾ ആ ഒരു 987ൻ്റെ താഴെ, അതായത് ആ ബോക്സിൻ്റെ ഉള്ളിലായിട്ട് എഴുതി കൊടുക്കണം. ഇനി എന്താ ചെയ്യുക, അത് അതിൽ നിന്ന് മൈനസ് ചെയ്യണം അല്ലേ. 987ന്ന് 800 മൈനസ് ചെയ്യുക. എന്നിട്ട് ബാക്കി എത്ര ഉണ്ടെന്ന് നോക്കണം, ബാലൻസ് നോക്കുക. അപ്പോൾ എത്ര കിട്ടും, 187 എന്ന് കിട്ടും അല്ലേ. ഇനി അതിലെത്ര 8 ഉണ്ട് എന്നാണ് നോക്കേണ്ടത്. അപ്പോൾ എന്തായാലും ഒരു 20 എന്തായാലും ഉണ്ടാവില്ലേ. 20 × 8 എന്ന് പറയുമ്പോൾ എത്രയാണ് വരുന്നത്, 160 എന്ന് കിട്ടും അല്ലേ. 160 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഒരു 20 കൊണ്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ 20 എന്ന് എഴുതുക, റൈറ്റ് സൈഡിൽ 20 × 8 = 160 എന്ന് എഴുതാം അല്ലേ. ഈ 160 എന്ന് പറയുന്നത് 187നെക്കാളും ചെറുതായതുകൊണ്ടാണ് നമ്മൾ 20 കൊണ്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി എന്ത് ചെയ്യുക, ആ ബോക്സിൻ്റെ ഉള്ളിലും 160 എന്ന് എഴുതി കൊടുക്കുക. ഇനി എന്ത് ചെയ്യണം, 187ന്ന് 160 കുറക്കണം അല്ലേ. അപ്പോൾ എത്രയാണ് കിട്ടുന്നത്, 187 - 160 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 27 ആണ്. അപ്പോൾ അത് താഴെയുള്ള കള്ളിയിലും കൂടി ഒന്ന് എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ. ഇനി 27ൽ എത്ര 8 ഉണ്ട് എന്നാണ് നോക്കേണ്ടത്. ഒരു 3 8 എന്തായാലും ഉണ്ടല്ലോ. 3 × 8 എത്രയാണ്, 24 അല്ലേ, 24 ആണ്. അപ്പോൾ 27ൻ്റെ ഉള്ളിലുള്ള സംഖ്യ ആയതുകൊണ്ട് നമുക്ക് 3 കൊണ്ടൊന്ന് ചെയ്യണം. അപ്പോൾ 3 ബോക്സിൻ്റെ ലെഫ്റ്റ് സൈഡിൽ എഴുതുക. 3 × 8 =
24 എന്നുള്ളത് റൈറ്റ് സൈഡിലും എഴുതുക. എന്നിട്ട് ആ 24 എന്നുള്ളത് ബോക്സിൻ്റെ ഉള്ളിലും കൂടി എഴുതുക, അതായത് 27ൻ്റെ താഴെയായിട്ട്. ഇനി എന്താ ചെയ്യുക, 27ന് 24 കുറക്കണം അല്ലേ. മൈനസ് ചെയ്യുമ്പോൾ എത്രയാണ് കിട്ടുന്നത്, 3 എന്ന് കിട്ടും. അപ്പോൾ അത് നമുക്ക് താഴെ എഴുതി കൊടുക്കാം. ഇനി അതിൽ 8 ഉണ്ടോ, 3ൽ 8 ഉണ്ടോ, ഇല്ല. അതുകൊണ്ട് തന്നെ അതെന്താണ്, റിമൈൻഡർ ആണ് അല്ലേ. അപ്പോൾ 3 റിമൈൻഡർ കിട്ടിയിട്ടുണ്ട്. എത്ര ടൈംസ് ആണ്, ഒരു 100 ഉണ്ട്, ഒരു 20 ഉണ്ട്, ഒരു 3 ഉണ്ട്. അത് മൂന്നും കൂടെ കൂട്ടുമ്പോൾ എത്രയാണ് വരുന്നത്, 123 എന്ന് കിട്ടും അല്ലേ. ഇനി ഇതിൽ തന്നെയുള്ള അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, ക്യാൻ യു ഗസ് ഹൗ 9876 ഈസ് റിട്ടൺ ലൈക്ക് ദിസ്. പിന്നെ ചെക്ക് യുവർ ഗസ് ബൈ ആക്ച്വൽ ഡിവിഷൻ എന്നാണ് പറഞ്ഞത് അല്ലേ. അപ്പോൾ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്, പിന്നെ 9876നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിൻ്റെ ടൈംസും റിമൈൻഡറും ആക്കിയിട്ട് നമുക്ക് ഗസ് ചെയ്തിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് അത് ശരിയാണോ എന്ന് പരിശോധിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഗസ് ചെയ്ത് എഴുതാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ 3 ചെയ്തില്ലേ, അതിൻ്റെ ഒന്ന് നോക്കി നോക്കാം. അപ്പോൾ നോക്കൂ, ആദ്യം നമ്മൾ 9നെയാണ് ചെയ്ത് നോക്കിയത് അല്ലേ. അതിൽ ടൈംസ് 1 റിമൈൻഡർ 1 ആണ്. പിന്നെ 98 ആയപ്പോൾ എന്തായി, ടൈംസ് 1 2, അതായത് 12, റിമൈൻഡർ 2 എന്നും ആയി അല്ലേ. ഇനി 987 ആയപ്പോഴോ, അപ്പോൾ 1 2 3 എന്ന് വന്നു, ടൈംസ് റിമൈൻഡറോ 3 എന്നും വന്നു. അങ്ങനെയാണെങ്കിൽ അടുത്ത സംഖ്യ എന്താണ്, 9876 അല്ലേ. അതിൻ്റെ ടൈംസും റിമൈൻഡറും എത്രയായിരിക്കും, 1 2 3 4 എന്നായിരിക്കും അല്ലേ ടൈംസ് വരിക, റിമൈൻഡർ 4 എന്നുമായിരിക്കും അല്ലേ. അതാണോ എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കണം, ചെക്ക് ചെയ്യണം അല്ലേ. അപ്പോൾ നമ്മൾ ഗസ് ചെയ്ത് എഴുതിയിട്ടുള്ളതാണിത്, ഇത് കറക്റ്റ് ആണോ നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പോൾ നമ്മളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ബോക്സ് ഒക്കെ വരച്ചിട്ട് ആ ബോക്സിൻ്റെ ഉള്ളിൽ 9876 എന്ന് എഴുതി കൊടുക്കുക, മുകളിൽ 8 എന്ന് എഴുതി കൊടുക്കുക അല്ലേ. ഇനി 9876 എന്ന് പറഞ്ഞാൽ കുറച്ചൊരു വലിയ സംഖ്യ ആയതുകൊണ്ട്, ഒരു വലിയ സംഖ്യ കൊണ്ട് തന്നെ നമുക്ക് ആദ്യം ഒന്ന് ചെയ്ത് നോക്കണം. അതായത് എത്ര 8 ഉണ്ടെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ കഴിയുന്ന സംഖ്യകൾ വെച്ചിട്ട് ആദ്യം ചെയ്യുക, എന്നിട്ട് അതെല്ലാം കൂടെ കൂട്ടുകയാണ് ചെയ്തിരുന്നത് അല്ലേ. ഇതുവരെ ചെയ്ത രീതി അതാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് ചെയ്യാം. അപ്പോൾ വലുതും കുറച്ച് എളുപ്പമുള്ളതുമുള്ള സംഖ്യ എന്നുള്ള നിലക്ക് നമുക്ക് ആദ്യം 1000 കൊണ്ട് ചെയ്യാം അല്ലേ. അപ്പോൾ 1000 കൊണ്ട് ചെയ്യുമ്പോൾ ആ ഒരു ബോക്സിന്റെ ഇടത് ഭാഗത്ത് ലെഫ്റ്റ് സൈഡിൽ 1000 എന്ന് എഴുതുക, റൈറ്റ് സൈഡിൽ എന്താ എഴുതേണ്ടത്, 1000 × 8 അല്ലേ. 1000 × 8 എത്രയാണ്, 8000 ആണ്. അപ്പോൾ അത് റൈറ്റ് സൈഡിൽ എഴുതുക. എന്നിട്ട് ആ 8000 എന്നുള്ളത് നമുക്ക് ആ ഒരു ബോക്സിന്റെ ഉള്ളിൽ എഴുതി കൊടുക്കണം. അതായത് ആ 9876ന്റെ താഴെയായിട്ട് 8000 എന്നും എഴുതി കൊടുക്കുക. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, 9876 നിന്ന് 8000 സബ്സ്ട്രാക്ട് ചെയ്യുക അല്ലേ. അപ്പോൾ എത്രയാ കിട്ടുക, 1876 എന്ന് കിട്ടുമല്ലോ. അത് നമ്മൾ ആ താഴെയുള്ള ബോക്സിലും എഴുതി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, 1876ൽ എത്ര 8 ഉണ്ട് എന്നാണ് നോക്കേണ്ടത് അല്ലേ. അപ്പോൾ നോക്കൂ, നമുക്ക് കുറച്ചുകൂടെ ഒരു വലിയ സംഖ്യ തന്നെ എഴുതണം. അതായത് ഒരു 200 നോക്കുക. 200 എന്തായാലും ഉണ്ടല്ലോ. 208 എത്രയാണ്, 2 × 8 എത്രയാണ്, 16 ആണ്. എന്നിട്ട് 2 0 കൂടി എടുത്തെടുത്താൽ 1600 ആണ് കിട്ടുക അല്ലേ. അപ്പോൾ അത് മറ്റേ സംഖ്യൻ്റെ ഉള്ളിലുള്ളത് തന്നെ ആയതുകൊണ്ട്, അതായത് 1876നെക്കാളും ചെറിയ സംഖ്യ തന്നെ ആയതുകൊണ്ട് അത് നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ നമ്മൾ ആ ഒരു ബോക്സിന്റെ ഇടത് ഭാഗത്ത് 200 എന്നും വലത് ഭാഗത്ത് എന്ത് എഴുതുക, 208 1600 എന്നും എഴുതി കൊടുക്കുക അല്ലേ. ഇനി എന്ത് ചെയ്താൽ ആ 1600 ആ ബോക്സിന്റെ ഉള്ളിലും എഴുതി കൊടുക്കണം. ഇനി എന്ത് ചെയ്യണം, ആ 1876 നിന്ന് 1600 മൈനസ് ചെയ്യണം. അപ്പോൾ 276 എന്ന് കിട്ടുമല്ലോ. ഇനി അതിൽ എത്ര 8 ഉണ്ട് എന്നാണ് നോക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഒന്നുകിൽ നമുക്ക് 30 കൊണ്ട് ചെയ്യാം. ഞാൻ 34 കൊണ്ട് ചെയ്ത് നോക്കുകയാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യം 30 കൊണ്ട് ചെയ്തിട്ട് പിന്നെ ബാക്കിയുള്ളതിൽ എത്രയുള്ളത് വെച്ചാൽ അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ 34 കൊണ്ട് തന്നെ ഫസ്റ്റ് തന്നെ ചെയ്യാണ്. അതായത് 34 × 8 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 272 ആണ് അല്ലേ. അത് നമ്മൾ ആ ഒരു ബോക്സിന്റെ റൈറ്റ് സൈഡിലും എഴുതിയിട്ടുണ്ട്. എന്നിട്ട് 272 എന്നുള്ളത് ബോക്സിന്റെ ഉള്ളിലും എഴുതി കൊടുക്കുക. ഇനി എന്താ ചെയ്യുക, 276 എന്ന് 272 മൈനസ് ചെയ്യണം അല്ലേ. അപ്പൊ എത്രയാണ് കിട്ടുന്നത്, 4 എന്ന് കിട്ടുമല്ലോ. ഇനി അതിൽ 8 പോവോ, ഇല്ല. അതുകൊണ്ട് തന്നെ അതെന്താണ്, റിമൈൻഡർ ആണ് അല്ലേ. അപ്പൊ റിമൈൻഡർ 4 എന്ന് കിട്ടിയിട്ടുണ്ട്. ടൈംസ് എത്രയാണ്, ഒരു 1000 ഉണ്ട്, ഒരു 200 ഉണ്ട്, ഒരു 34 ഉണ്ട്. അത് മൂന്നും കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ എത്രയാണ് കിട്ടുക, 1234 എന്ന് കിട്ടൂലേ. അപ്പോൾ 1234 ടൈംസ് ആണ് അതിൽ 8 ഉള്ളത്. അതുപോലെ അതിന്റെ റിമൈൻഡർ എത്രയാണ്, 4 ആണ്. അതന്നെയല്ലേ നമ്മൾ ഊഹിച്ച് ഗസ് ചെയ്ത് കണ്ട് എഴുതിയിട്ടുള്ളത്. സൈഡിൽ നോക്കൂ, അതന്നെയല്ലേ നമുക്ക് ആൻസർ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതന്നെയാണ് നമ്മൾ ചെയ്ത് നോക്കിയപ്പോഴും ആൻസർ കിട്ടിയതില്ലേ. ഗസ് ചെയ്ത അതേ ആൻസർ തന്നെയാണ് നമ്മളത് ക്രിയ ചെയ്തപ്പോഴും കിട്ടിയിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. ഇനി ഇതിലുള്ള അടുത്ത ക്വസ്റ്റ്യൻ എന്താ നോക്കൂ.
റൈറ്റ് ഔട്ട് ദിസ് നമ്പർ പാറ്റേൺ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ ആ ഒരു പാറ്റേൺ എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്തതൊക്കെ ഒന്ന് എഴുതാം. 9നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്തു, അപ്പോൾ ടൈംസ് 1 റിമൈൻഡർ 1 കിട്ടി. 98നെ 98നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ ടൈംസ് 12ഉം റിമൈൻഡർ 2ഉം കിട്ടിയില്ലേ. ഇനി അടുത്ത സംഖ്യ എന്താണ്? 9, 8, 7 അല്ലേ. അങ്ങനെ കുറഞ്ഞാണ് നമ്പേഴ്സ് കുറഞ്ഞാണ് വരുന്നത്. അപ്പോൾ ടൈംസ് എന്താവുണ്ട്? കൂടി വരുന്നുണ്ട് അല്ലേ. എത്ര ഡിജിറ്റ് ഉണ്ടോ അത്ര ഡിജിറ്റ് ആണ് വരുന്നത്. അതായത് 9, 8, 7 3 ഉള്ളത്. അപ്പോൾ 1, 2, 3 ആക്കിയിട്ട് 3 വരെ എഴുതി. റിമൈൻഡർ ആ 3 എന്ന് എഴുതി. ഇനി അടുത്തത് 4 ഡിജിറ്റ് ഉണ്ട്. അപ്പോൾ അതിന് 1, 2, 3, 4 വരെ എഴുതി. റിമൈൻഡർ 4 ആക്കി. അടുത്തത് 5 ഡിജിറ്റ് ഉണ്ട്. അപ്പോൾ ടൈംസ് എന്തായി? 5 വരെ എഴുതുക. 1, 2, 3, 4, 5 വരെ എഴുതുക. റിമൈൻഡർ 5 എന്നും എഴുതുക. ഇനി അടുത്തത് 6 ഡിജിറ്റ് ഉണ്ട്. അപ്പോൾ എന്ത് എഴുതുക? 1 മുതൽ 6 വരെ എഴുതുക. റിമൈൻഡറോ അത് 6 എന്നും എഴുതി കൊടുക്കുക. അടുത്തത് 7 ഡിജിറ്റ് ആണുള്ളത്. അപ്പോൾ 1, 2, 3, 4, 5, 6, 7 വരെ ടൈംസിൽ എഴുതുക. റിമൈൻഡറിൽ ആ 7 എന്നും എഴുതി കൊടുക്കുക. ഈ ഒരു രീതിയിലാണ് ഈ ഒരു പാറ്റേൺ പോകുന്നത്. ഓക്കെ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.